പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുളി ഉണക്കി കുരുകുത്തി എങ്ങനെ സൂക്ഷിച്ച് വെക്കാന്നുള്ള വീഡിയോ ആണ്. ഇത് പുളി ഉണക്കി കുരുകുത്തിയതാണ് കേട്ടോ. അപ്പോൾ കുത്തണ പുളികളൊക്കെ നമ്മളൊരു കവറിലിട്ട് വെക്കുക, അല്ലെങ്കിൽ എല്ലാം കൂടി മിക്സായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇത് കുത്തി അതുപോലെ തന്നെ നമ്മൾ കൈ ഒട്ടിപ്പിടിക്കരുത് കേട്ടോ, അത്രയും ഉണക്കണം, എന്നിട്ട് വേണം കുരുകുത്താനായിട്ട് കേട്ടോ. പിന്നെ കുരുകുത്താൻ അറിയാത്തവർക്കായിട്ട് 3-4 ഞാൻ വെച്ചിട്ടുണ്ട്, അതെങ്ങനെയാണ് കുരുകുത്താൻ നോക്കാം. അപ്പോൾ നിങ്ങൾ കടയിൽ നിന്ന് പാക്കറ്റ് പൊടിയൊക്കെ മേടിക്കാതെ ഇതുപോലെ വീടിൻ്റെ അടുത്ത് നിന്നൊക്കെ കിട്ടുന്നവരുണ്ടെങ്കിൽ അങ്ങനെ മേടിക്കാം. ഇവിടെ എന്തൊരു നീളമുള്ള പുളിയാണെന്നറിയാം. അതുകൊണ്ട് ഞാൻ സ്ഥിരമായിട്ട് മേടിക്കുന്നത് കേട്ടോ ഈ പുളി. ചിലരിങ്ങനെ മുറിക്കും കേട്ടോ, നേരെ മുറിച്ചിട്ട് ഇങ്ങനെ എടുക്കും. ഇങ്ങനെ എടുക്കുമ്പോൾ അത് കുറേ നേരം വേണ്ടേ അങ്ങനെ മുറിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ചെയ്യണത് കത്തി ഒന്ന് ചെരിച്ച് പിടിക്കും, എന്നിട്ട് കുത്തിയിട്ട് ഉള്ളിൽ നിന്ന് നമ്മൾ കുത്തുമ്പോഴേക്കും അത് പുറത്തേക്ക് വരും കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ ചെയ്യണത്. ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് കിട്ടും കേട്ടോ പുളി. ഈ പുളിക്കൊക്കെ ഇപ്പം ഭയങ്കര വിലയാണ് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ അവർ പുളി ഇങ്ങനെയും കൊടുക്കുന്നുണ്ട്, പിന്നെ ഇടിച്ച് ഒരു ഉണ്ടേക്കില്ലേ ചാണാന്ന് പറയും, അങ്ങനെയും കൊടുക്കുന്നുണ്ട് കേട്ടോ അവർ. പക്ഷെ അതിന് ഇതിനേക്കാൾ ഇരട്ടി പൈസയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനത്തെ പിടിക്കും, ഇതാകുമ്പോൾ നമുക്ക് കുരുവും കിട്ടുമല്ലോ. പിന്നെ ഞാരൊന്നും കളയണ്ട, നമുക്ക് ഇങ്ങനെ തന്നെ നല്ലോണം ഉണങ്ങി കൈ മൊട്ടാത്ത രീതിയിലാവുമ്പോൾ മാത്രം കുത്തിയെടുക്കാം, കുരു കുത്തിയെടുക്കാം. അതുപോലെ ഇത് കുത്തിയൻ്റെ ബാക്കിയുള്ളതാണ് കേട്ടോ. കണ്ടോ കുറേ കുരു വറുത്തു. അപ്പോൾ തണ്ടൽ വേദനയ്ക്ക് ഇത് നല്ലതാന്നൊക്കെ മൊത്തത്തിൽ അറിയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അതിനെ പറ്റിയൊന്നും അറിയില്ല, പക്ഷെ ഞങ്ങൾക്ക് ഈ കുരു ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇവിടെ ടുട്ടൂസ് വരെ പുളിയുടെ കുരു തൊലി കളഞ്ഞ് തിന്നും. ഇത് അതിലേക്കുള്ള ഉപ്പാണ് കേട്ടോ. എങ്ങനെ സൂക്ഷിച്ച് വെക്കാന്നുള്ളത് തന്നെയുള്ള ഉപ്പ്, കല്ലുപ്പ് തന്നെ എടുക്കുക. അപ്പം ഞാൻ ആദ്യമൊക്കെ ഇടേണ്ടത് ഒരു മണ്ണിൻ്റെ പാത്രത്തിൽ, മൺചട്ടിയിലായിരുന്നു കേട്ടോ. ഒരു ഉണ്ട പോലെ സാമ്പാറൊക്കെ വയ്ക്കണ ഒരു കല ഉണ്ടായിരുന്നു, അതിലാണ് ഇട്ടുന്നത്. അതൊക്കെ പൊട്ടിപ്പോയി. അപ്പോൾ ഞാൻ സ്റ്റീലിൻ്റെ ഒരു 2-3 ഓട്ടയുണ്ട് കേട്ടോ അതിന് ചെറുതായിട്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു കവർ വെച്ച് കൊടുത്തിട്ട് ഇടാണ്. ഇതിലിരുന്ന് പാകമായിട്ടാണ് നമ്മളത് എടുക്കണത്. അതുവരെ വേറെ പുളിയുണ്ട്. ഇതൊന്ന് കളർ മാറുമ്പോഴാണ് നമുക്ക് ഇഞ്ചിക്കറിക്കൊക്കെ കാണാനൊക്കെ. ഇഞ്ചിക്കറി കാണുമ്പോൾ കണ്ടല്ലേ ഒന്ന് കറുത്തിരിക്കണ ഇഞ്ചിക്കറിയില്ലേ കാണാൻ ഭംഗി. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അത് കറുപ്പ് വരും. അപ്പോഴാണ് ഇഞ്ചിക്കറിക്ക് എടുക്കുക. അപ്പോൾ ഒരു ലെയർ ഇട്ട് കൊടുക്കുക, പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുക, പിന്നെ ഇട്ട് കൊടുക്കുക, അങ്ങനെയാണ് കേട്ടോ. ഉപ്പ് കുറേ ഇട്ട് കൊടുക്കരുത്, കുരു ഒട്ടും ഉണ്ടാവരുത്, ഒരു കുരു പോലും ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവരുത്. അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഉച്ച വരും. നമുക്ക് ഇത്ര വില കൊടുത്ത് മേടിച്ച് ചെയ്ത ഒരു ഗുണം ഉണ്ടാവില്ല കേട്ടോ. പുളി കേടായിപ്പോവും. ഇതുപോലെ എല്ലാം നമുക്ക് ഒതുക്കി വെച്ച് കൊടുക്കാം കേട്ടോ, ടൈറ്റായിട്ട് വെച്ച് കൊടുക്കാം. മൺചട്ടിയുള്ളൊരു മൺചട്ടിയിൽ വെച്ചാൽ മതി. ഞാൻ കുടപ്പുളിയൊക്കെ മൺചട്ടിയിൽ തന്നെയാണ് കേട്ടോ വെച്ചേക്കുന്നത്. പിന്നെ ഫ്രിഡ്ജിൽ ഞാൻ യൂട്യൂബിൽ കണ്ടതാട്ടോ, വേറൊരു വീഡിയോയിൽ കണ്ടതാണ് ഫ്രിഡ്ജിൽ കൊണ്ട് സൂക്ഷിച്ച് വെക്കണം. ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെറിയ ഫ്രിഡ്ജൊക്കെ ആണെങ്കിൽ സ്ഥലം ഉണ്ടാവില്ല. അത് തന്നെ കുറേ സ്ഥലം പോയി കിട്ടും പുളി വയ്ക്കുമ്പോൾ. വലിയ ഫ്രിഡ്ജുള്ളവർക്കൊക്കെ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. ഞാൻ ഇങ്ങനെ തന്നെയാണ് സ്ഥിരമായിട്ട് വയ്ക്കണത്. ഇത് കുത്താനൊക്കെ നല്ല സുഖം കേട്ടോ, വലിയ പുളിയാണല്ലോ. എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് അടച്ചവിടെ ഭദ്രമായിട്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും. ഇതിൻ്റെ ഞാരൊന്നും കളയേണ്ട ആവശ്യമില്ല. ഞാരല്ല പ്രശ്നക്കാരൻ, അതിൻ്റെ കുരുവാണ് കേട്ടോ. കേട്ടോ അതെല്ലാം വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ വിഷുവിനൊക്കെ ഉള്ള ഇഞ്ചിക്കറി വയ്ക്കാനുള്ള പുളി വേറെ ഉണ്ട്. ഇതിന് ഭദ്രമായിട്ട് ഇങ്ങനെ വയ്ക്കാം. അറിയാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കാം. സൈഡിലൊക്കെ കുറേ വേസ്റ്റൊക്കെ ഉണ്ട്, അതൊക്കെ നീക്കണം കേട്ടോ. അടുത്തിട്ട് ഞാൻ കുടപ്പുളി എങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാൻ നോക്കാം. ഇതിനെ അടച്ച് വെച്ച് ഇങ്ങനെ തന്നെ വയ്ക്കാം. കുടപ്പുളി കണ്ട മേടിക്കുമ്പോൾ അത് ഡ്രൈ ആയിരിക്കും കേട്ടോ, ഉണക്കി അവർ തരുള്ളൂ, ഒന്നും ചെയ്യില്ല. നമ്മൾ ഇവിടെ വന്നിട്ട് വെളിച്ചെണ്ണയും ഉപ്പും പുരട്ടി അങ്ങനെ വെക്കും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ പഞ്ഞി പോലെ ഉണ്ട്. മൺചട്ടിയിൽ തന്നെ വെക്കണം കേട്ടോ. അപ്പം അങ്ങനെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും അറിയാത്തവരുണ്ടാക്കി നോക്കാം. അപ്പോൾ അതിൻ്റെ പുളിങ്കുരുവാണ് കേട്ടോ. അത് പുളിങ്കുരു തീറ്റ തന്നെയാണ് ഞങ്ങൾക്ക് ഈ നേരം. അപ്പോൾ
പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.